പറഞ്ഞിരുന്ന ആ മനോഹരമായ മിഠായി ഇൻഷാ അല്ലാഹ് ഇപ്പൊ എടുത്തുകൊണ്ടുവരികയാണ്. അതിവിടെ കൊണ്ടുവച്ചിട്ട് നമുക്കൊന്ന് ദുആരക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ശക്തിയും തൗഫീഖ് തരട്ടെ. ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആ മിഠായി കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കാര്യമായിട്ട് എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക അതെഴുതിയിട്ട്, വളരെ കുറച്ച് കവറുകളേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ ആരും വിഷമിക്കരുത്, എല്ലാ ഭാഗത്തും കൊണ്ടുവരാൻ കഴിയില്ല. രണ്ട് ഭാഗത്ത് രണ്ട് മുത്തഅല്ലിമീങ്ങളെ ഒരു പേപ്പറും കൊടുത്ത് വിടാനേ പറ്റുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ സയ്യിദ് സാഹിബ് അത് വേഗം ചെയ്യണം, ആ കാര്യം വേഗം ചെയ്യണം. അതിന് സമയം ഒരുപാട് നഷ്ടപ്പെടുത്താനില്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സഹോദരിമാരുടെ ഭാഗത്ത് മിഠായി വേണമെന്നുള്ളവർ പേരും നമ്പരും എഴുതി വേഗം കൊടുത്തേക്കുക. അൽഹംദുലില്ലാഹ് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കാൻ നമുക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബഹ്റൈനിലുള്ള അബ്ബാസ് എന്ന സഹോദരന് അള്ളാഹുവെ ഒരു പാക്കറ്റ് മിഠായി ബഹ്റൈനിലുള്ള അബ്ബാസ് എന്ന സഹോദരനെ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാഹ്. 1000 രൂപ മിഠായിക്ക് വേണ്ടി 2000 രൂപ പിന്നെ അഡ്വാൻസ് പോക്കർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഭാര്യയുടെ സുഖം മാറാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാ. മിഠായി വാങ്ങിയിരിക്കുന്ന പടച്ചവനെ പ്രതീക്ഷയിലാണല്ലാ. ചെറുപ്പക്കാരൻ 10000 രൂപയ്ക്ക് മിഠായി വാങ്ങി. ഉമ്മാക്കൂടെ ഇരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മാക്കൂടെ ഇരിക്കട്ടെ. അല്ലാഹുവേ പടച്ചവനെ മേരദിൽ നൗഷാർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും ഉസ്താദേ ഇതവർക്ക് വേണ്ടിയുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് കുത്തിവെച്ച് രോഗികളാക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ പൊരുത്തമുള്ളത് കൊണ്ട് കൊടുക്കലാണ്. നാദാ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ.